മൂന്നാറിൽ വന്നിട്ട് അടിപൊളിയാ. എങ്ങനാ ഫസ്റ്റ് ടൈം അല്ലേ? എങ്ങനെയുണ്ട് കാഴ്ചകളല്ലോ? ഇഷ്ടപ്പെട്ടാ? തണുപ്പ് എങ്ങനെയുണ്ട്? ആ ഓ സെറ്റന്നെ. ഹലോ മച്ചന്മാരെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ മെയിൻ മൂന്നാറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇൻട്രോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ന് മൂന്നാറിലേക്ക് പോകുക കുറേ ആയോ നമ്മളെ കേരളത്തിൽ ഇത്രയും നാളായിട്ടൊന്നും മൂന്നാറൊന്നും കാണുന്നില്ല. അപ്പോൾ അതാ ബസ് മെയിനായിട്ട് എത്തിയിട്ടുണ്ട്. ബാക്കി ഏകദേശം എല്ലാ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മൂന്നാറിലേക്ക് യാത്ര പോയി. അപ്പോൾ ആദ്യം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കാന്ന് വെച്ചാൽ നേരെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഇതാ പൊറോട്ട, ഇടിയപ്പൂ, കുറച്ച് ഗ്രീൻ പീസ്, മുട്ടൊക്കെ വെച്ച് നല്ലോണം അടിച്ചൊന്ന് ഉഷാറാക്കി രാവിലത്തെ സെറ്റപ്പ് തന്നെ. അതുകൊണ്ടൊന്നും തീരുന്നില്ല. നമ്മളെ ബസ് പിടിച്ച് നേരെ അങ്ങോട്ട് വണ്ടി എടുത്ത് പിന്നെ മെയിൻ മൂന്നാർ ഫുള്ള് ചുറ്റും കാണാം. ഇപ്പോൾ ആദ്യം നേരെ കാണുമ്പോൾ നമ്മളെ ടീ പ്ലാന്റേഷൻ ആയിട്ട് മൂന്നാറിലെ മെയിൻ ടോപ്പ് വ്യൂ ഡെസ്റ്റിനേഷൻസിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും ഒന്നാമതായി നമ്മൾ തെളിഞ്ഞ് നിൽക്കുന്നത് ഈ ടീ പ്ലാന്റേഷൻ നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത്. എന്താ മോനെ ബ്യൂട്ടി, ആ രസം തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. ഒരു ബസ്സിലോ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലില്ല, ആ ഒരു വ്യൂ മൊത്തം കണ്ടുകൊണ്ട് ആസ്വദിച്ച് ഓടിക്കുന്നതിൻ്റെ ഫീല് വേറെ തന്നെയാ മോനെ. ഒന്നും പറയാം. നമ്മളൊന്ന് ആ സമയത്ത് ബസ് ഒന്ന് സൈഡാക്കിയപ്പോൾ തന്നെ നമ്മൾ തൊട്ട് താഴെ ഇറങ്ങി ഒന്ന് ജസ്റ്റ് നടന്നിട്ടൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അന്നേരം വേറെയും വീണ്ടും നല്ല രസം വൈബുള്ള സ്ഥലം തന്നെ കണ്ടു കിട്ടിയതാണ് ഈ കാണുന്നത്. ഈ ഒരു വ്യൂ കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ നിൽക്കാൻ തോന്നുന്നത്? കാരണം അത്രക്കും അടിപൊളി ബ്യൂട്ടി, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല കിഡിലെ ലുക്ക് തന്നെ പറയാൻ. സംഭവം മൂന്നാറിന്റെ ബ്യൂട്ടി ഒന്നും പറയാനില്ല മോനെ, അടിപൊളി തന്നെ പറയാൻ ലുക്ക്. അടിപൊളിയാ. എങ്ങനാ ഫസ്റ്റ് ടൈം അല്ലേ? എങ്ങനെയുണ്ട് കാഴ്ചകളല്ലോ? ഇഷ്ടപ്പെട്ടാ? തണുപ്പ് എങ്ങനെയുണ്ട്? ആ ഓ സെറ്റന്നെ. അപ്പോൾ അടുത്ത മെയിൻ ഹൈലൈറ്റ് വ്യൂ ഒക്കെ കണ്ട് നേരെ വീണ്ടും ബസ്സിലോട്ടേക്ക് നടന്നു. ഏകദേശം പോകുന്നേക്കുള്ള മാർക്കറ്റിന്റെ തിരക്കെല്ലാം തന്നെ കണ്ടിട്ടാ. നല്ല തിരക്കുണ്ട്, കുറേ മലയാളീസും പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതാ മെയിൻ നമ്മളെ ടീ പ്ലാന്റേഷന്റെ സ്ഥലം. ഏകദേശം ആ ഒരു മാർക്കറ്റിലോട്ടേക്കുള്ള തിക്കും തിരക്കും തന്നെ നല്ല രീതിയിൽ ഇതാ റോഡിന്റെ ബ്ലോക്കൊക്കെ കൊണ്ട് കാണാൻ പറ്റുന്ന വ്യൂ പലതും ബ്ലോക്ക് ചെയ്യും. ഏകദേശം ഇതാ സൈഡിൽ പോയാൽ നല്ല രീതിയിലുള്ള ആ ലുക്കും വ്യൂ ഒക്കെ കാണാൻ പറ്റട്ടാ. അതിന് ശേഷം നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനോട്ടേക്ക് പോയിട്ട് ഇത് ഏകദേശം ഒരു ഡാമിന്റെ സൈഡായിട്ട് വരും. ഇവിടുത്തെ വ്യൂ ഒന്നും പറയാനില്ല. അപ്പോൾ ചുറ്റും വെള്ളം എല്ലാം കൊണ്ട് കുണ്ടള ഡാമിലേക്കുള്ള ലൊക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാ ടീംമേറ്റ്സ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സോ ഇതാണ് എൻട്രൻസിലേക്ക് പോകാം. അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി മോനെ ഫുൾ താഴെ ഫുൾ വെള്ളമാണ്. സംഭവം നോക്കിയാൽ എന്താ ഒരു ബ്യൂട്ടിയാണ് മോനെ കാര്യം. എന്താ ഈ ഒരു പിങ്ക് കളർ സാധനമൊക്കെ കണ്ട ഫുള്ള് ഡാമാട്ടോ ഇതിന് തൊട്ടപ്പുറത്ത്. സംഭവം കിടിലം തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. നേരെ ഡാമിൻ്റെ ലുക്കായി മൊത്തം കാണുന്നു. അപ്പോൾ അവസാനം അന്നത്തെ ദിവസത്തിലെ മെയിൻ ഡാമും കൂടി കവർ ചെയ്ത് ആ ഒരു വ്യൂ മൂന്നാറിൻ്റെ എല്ലാ ഭംഗി നല്ല രീതിക്ക് ആസ്വദിച്ച് ട്രിപ്പ് അങ്ങനെ തന്നെ അടിപൊളി എൻജോയ് ചെയ്തു കേട്ടോ ഞാൻ എൻ്റെ ഉമ്മയും. അപ്പോൾ ഏകദേശം വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഇനി ഇതുപോലത്തെ വ്ളോഗ്സ് വരുന്നതാണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോ, ഷെയർ ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും മച്ചാമാരെ. ബൈ.